വേഗം നമ്മൾ നമ്മുടെ ദൈവവചന ചിന്തയിലേക്ക് ഇന്ന് രാത്രിയിൽ പ്രവേശിക്കാൻ പോകുകയാണ്. ആമേൻ. അത്ഭുതങ്ങൾ എന്ന വിഷയത്തിൽ നമ്മൾ ഇന്നലെ ചിന്തിച്ച് നിർത്തിയത് മത്തായിയിൽ മാത്രം പറയുന്ന യേശുവിൻ്റെ അത്ഭുതങ്ങളാണ്. അതിൽ 2 അത്ഭുതങ്ങൾ മത്തായിയിൽ മാത്രം പറയുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. അതിൽ ഒന്ന് നമ്മൾ ചിന്തിച്ചത് സ്തോത്രം, കുരുടന്മാരായ 2 പേരെ യേശുവിൻ്റെ അടുക്കൽ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണം, ഞങ്ങൾക്ക് കാഴ്ച വേണമെന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു. ആ പിന്തുടർച്ചയുടെ പ്രാധാന്യത അതാണ് നമ്മൾ ഇന്ന് രാത്രിയിൽ ചിന്തിച്ചത്. വിടുതൽ കിട്ടുന്നതുവരെ അവരെന്ത് ചെയ്തു? പിന്തുടർന്നു. ഇടയ്ക്ക് മടുത്തു പോയില്ല, ഇടയ്ക്ക് അവർ പരിപാടി അവസാനിപ്പിച്ചില്ല, അവരുടെ നിലവിളി അവസാനിപ്പിച്ചില്ല. അവർ വിടുവിക്കപ്പെടുന്നത് വരെ അവർ പിന്തുടർന്നു എന്നാണ് നമ്മൾ അവിടെ ചിന്തിക്കുകയുണ്ടായത്. 2ാം ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ വായിച്ചതേ ഉള്ളൂ. അവിടെ 32 അധ്യായത്തിൻ്റെ 39 അധ്യായത്തിൻ്റെ 32, 33 വാക്യങ്ങൾ. അവർ പോകുമ്പോൾ ചിലർ ഭൂതഗ്രസ്തനായൊരു ഊമനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു. ഇസ്രായേലിൽ ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പുരുഷാരം അതിശയിച്ചു. സ്തോത്രം. അപ്പം 2ാമത്തെ അത്ഭുതം, അതായത് മത്തായിയിൽ മാത്രം പറഞ്ഞിരിക്കുന്ന 2ാമത്തെ അത്ഭുതമാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ഊമനായ ഒരു മനുഷ്യൻ, ആ വാക്യം ശ്രദ്ധിച്ചേ. അവർ പോകുമ്പോൾ ചിലർ ഭൂതഗ്രസ്തനായ ഒരു ഊമനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു. ഇസ്രായേലിൽ ഇങ്ങനെ ഒരു നാളും. അപ്പോൾ അവിടുത്തെ ആ വ്യക്തി അനുഭവിക്കുന്ന പ്രശ്നം എന്താ? സംസാരിപ്പിക്കുകയല്ല, ഊമനായ ഒരു അശുദ്ധാത്മാവ്. സ്തോത്രം. അതിൻ്റെ പരിഭാഷകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ സംസാരിപ്പിക്കാത്ത അശുദ്ധാത്മാവെന്ന, അല്ലെങ്കിൽ അശുദ്ധാത്മാവ് ഊമനയല്ല, ഈ അശുദ്ധാത്മാവ് വ്യാപരിച്ചാൽ എന്ത് ചെയ്യത്തില്ല? സംസാരിക്കത്തില്ല, വാ തുറക്കത്തില്ല. സ്തോത്രം. നാവിനെ ബന്ധിക്കുന്ന അശുദ്ധാത്മാവ്. എല്ലായിടത്തും പറഞ്ഞ് നാവിനെ ബന്ധിക്കുന്ന അശുദ്ധാത്മാവ്. അപ്പം നമ്മൾ ആ ഭാഗം ചിന്തിക്കുമ്പോൾ ഓരോന്നിനും ഓരോ സ്പിരിച്വൽ മേഖലയിൽ ഓരോ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ അശുദ്ധാത്മാക്കളുണ്ട്. അവരവരുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കും. കള്ളം പറയിപ്പിക്കുന്ന ഒരു അശുദ്ധാത്മാവ, പരിദൂഷണം പറയിപ്പിക്കുന്നത് ഒരു അശുദ്ധാത്മാവ, മറ്റുള്ളവരുടെ കുറ്റം പറയിപ്പിക്കുന്നത്. ഇങ്ങനെ ഓരോന്നിനും ഓരോ അശുദ്ധാത്മാക്കൾ അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്നുണ്ട്. സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രി നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു അറിവ് നമ്മുടെ അകത്തുണ്ടായിരിക്കണം. എല്ലാത്തിനെയും കൂടെ ഒറ്റ വാക്കിൽ പിശാചെന്ന് പറയാതെ ഓരോന്നിൻ്റെയും പുറകിൽ വ്യാപരിക്കുന്ന സ്പിരിച്വൽ ശക്തികളെ തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ ഫൈറ്റ് ചെയ്യാൻ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ ഇന്ന് രാത്രി? ഞാൻ ചോദിക്കട്ടെ, 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ബ്ലൈൻഡായിട്ടൊന്നും പോയി ഒരാളും പോയി എന്ത് ചെയ്യത്തില്ല? യുദ്ധം ചെയ്യത്തില്ല. നല്ലവണ്ണം എതിർ രാജ്യത്തെ പറ്റി നല്ല അറിവുണ്ടായിരിക്കും. സ്തോത്രം. അതുപോലെ ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, നമ്മുടെ പലവിധ രോഗങ്ങളുടെ പുറകിൽ, പലവിധ സാഹചര്യങ്ങളുടെ പുറകിൽ ഓരോ ദൗത്യവുമായി നിൽക്കുന്ന അൺക്ലീൻ സ്പിരിറ്റ്സ് ഉണ്ട്. സ്തോത്രം. ആമേൻ. അപ്പം ഇവിടുത്തെ ഏതാത്മാവ്? ഊമനാക്കി കളയുന്ന അശുദ്ധാത്മാവ്. അകത്ത് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഊമനാക്കി ഇട്ടിരിക്കുക. രാമൻ പറഞ്ഞേ. അപ്പോൾ ഇന്ന് രാത്രി ഓർത്തോണം, പല പ്രാവശ്യങ്ങളൊക്കെ പല ആവർത്തി ആഗ്രഹിച്ചിട്ടും മുന്നേറാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെയൊക്കെ പുറകിൽ നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഇങ്ങനെയുള്ള അശുദ്ധ ശക്തികളുണ്ട്. ആരാധനിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സ്തുതിക്കണമെന്ന് ആഗ്രഹമുണ്ട്, വാ തുറന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആമേൻ ആമേൻ സ്തോത്രം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളെ മിണ്ടാതാക്കിക്കുന്ന ദുഷ്ടവ്യാപാരങ്ങൾ ഈ സ്പിരിച്വൽ വേൾഡിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഇന്ന് രാത്രി തിരിച്ചറിയണം. അവിടെ ആമേൻ സ്തോത്രം. നാവിനെ ബന്ധിച്ച ആ ഭൂതഗ്രസ്തനെ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നതാണ്, അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊവൻ
സംസാരിച്ചു. പുറത്താക്കിയ ശേഷം, എല്ലാവരും പറഞ്ഞേ പുറത്താക്കിയ ശേഷം. അപ്പം എന്തോ ചെയ്യണം? പുറത്താകണം. പുറത്ത് പോകണമെന്ന് പറ. എന്നെ സംസാരിപ്പിക്കാത്ത, എന്നെ ആരാധിപ്പിക്കാത്ത, സ്തോത്രം, എന്നെ മുൻപോട്ട് ആത്മീയത്തിൽ വിടാത്ത പൈശാചിക പോരുകൾ എൻ്റെ അതിരുവിട്ട് പോകണമെന്ന് ഇന്ന് രാത്രി വിളിച്ചു പറയണം. ശ്രദ്ധിച്ചേ, മർക്കോസിൽ നമ്മളൊരു ഭാഗം കാണുന്നുണ്ട്. 9-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ 15 മുതലുള്ള ഭാഗങ്ങളൊന്ന് വായിച്ചേ. 15 മുതൽ, മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള ഭാഗങ്ങൾ വായിച്ചാട്ടെ. പുരുഷാർ അവനെ കണ്ട ഉടനെ ഭ്രമിച്ച് ഓടി വന്നവനെ വന്ദിച്ചു. അവൻ അവരോട്, നിങ്ങൾ അവരുമായി തർക്കിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിന് പുരുഷാരത്തിൽ ഒരുത്തൻ, ഗുരു, ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ, ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അത് അവനെ എവിടെ വെച്ച് പിടിച്ചാലും, വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേ, എവിടെ വെച്ച് അവനെ പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ച് പല്ല് കടിച്ച് വരണ്ടു പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, അവിശ്വാസമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും? അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് അവനെ ഇഴച്ചു. അവൻ നിലത്തു വീണ് നുരച്ചുരുണ്ടു. ഇതവന് സംഭവിച്ചിട്ട് എത്ര കാലമായെന്ന് അവന്റെ അപ്പനോട് ചോദിച്ചതിന് അവൻ ചെറുപ്പം മുതൽ തന്നെ. എത്ര നാളായിട്ട് അനുഭവിക്കുന്ന ഒരു അസ്വസ്ഥതയാ. ചെറുപ്പം മുതൽ ഇവനെ പിടിക്കും, എപ്പോഴും ഇല്ല. ശ്രദ്ധിച്ചോണം, എപ്പോഴും നമുക്ക് പോരാട്ടം ഉണ്ടാവണമെന്നില്ല. പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ ആ വാക്കൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. എവിടെ എഴുതിയിരിക്കുന്നത്? എവിടെ വെച്ച് പിടിച്ചാലും ഓൺ ദ സ്പോട്ടിൽ അവനെ എന്ത് ചെയ്യും? തള്ളിയിടും. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചേ പറ്റത്തുള്ളൂ, കാരണം ഇതിലെ അത്ഭുതങ്ങളുടെ ഭാഗമാണ്. സ്തോത്രം. എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടും. തള്ളിയിടുക മാത്രമല്ല, നുരച്ച് പല്ല് കടിച്ച് വരണ്ടുപോകും. എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ അസ്വസ്ഥത ശരീരത്തിലുണ്ടാകും. താഴെ വീണ് ഉരുളും. അപ്പം ഇതെന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതേ കാര്യം യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോഴും ഈ അശുദ്ധാത്മാവ് ചെയ്തു. അതാ 20-ാമത്തെ വാക്യം. അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് അവനെ ഇഴച്ചു. അവൻ നിലത്തു വീണ് നുരച്ച് ഉരുണ്ടു. ഇനി 25-ാമത്തെ വാക്യം വായിച്ചേ. എന്നാറെ പുരുഷാരം ഓടിക്കൂടുന്നത് കണ്ടിട്ട് യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു. ഊമനും ചെകിടനുമായ ആ ആത്മാവിന്റെ പ്രവൃത്തിയാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന്, ഊമനും ചെകിടനുമായ ആത്മാവേ ഇവനെ വിട്ടുപോ. അപ്പൊ ഈ ആത്മാവ് വ്യാധിച്ചാൽ ഈ ചെറുക്കന്റെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ ഉരിയാടാനൊക്കത്തില്ല. നിലത്ത് വീണ് കിടന്ന് ഉരുളുകല്ലാതെ അപ്പാന്നോ അമ്മാന്നോ അല്ലെ രക്ഷിക്കണമെന്നോ വിളിച്ചു പറയാനൊക്കത്തില്ല. അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? പലപ്പോഴും തീയിലും, അങ്ങനല്ലേ എഴുതിയിരിക്കുന്നേ? ബാക്കി ഓർക്ക വായിക്കും. അതവനെ നശിപ്പിക്കേണ്ടതിന്, ആ പദം ശ്രദ്ധിച്ചോണം. അതവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിടുന്നു. അപ്പൊ ഇവൻ എന്ത് ചെയ്യാനൊക്കത്തില്ല, ഇവനെ വിളിക്കാനൊക്കത്തില്ല. ഇനി ആരേലും ഇവനോട് എങ്ങോട്ട് പോവാ? തീക്കകത്തോട്ട് ചാടാൻ പോവാ. അല്ലെ വെള്ളം കണ്ട, പിടിച്ചു കഴിഞ്ഞാൽ വെള്ളം കണ്ട എങ്ങോട്ട് ചാടും? വെള്ളത്തിൽ പോയി ചാടും. ഓടി പോകുന്നുണ്ടെന്നാ മോനെ പോകല്ലെന്ന് പറഞ്ഞ് ഇവന് കേൾക്കാനും ഒക്കത്തില്ല. കാരണം ഊമനും ചെകിടനുമായി എല്ലാ വിധത്തിലും പിശാചി ബന്ധിച്ച് കളഞ്ഞു. സ്തോത്രം. മനസ്സിലായോ? പക്ഷെ എനിക്കതിനകത്ത് സന്തോഷം തന്നതെന്നറിയാമോ? ഈ തള്ളിയിട്ടിട്ടും ഈ വീണിട്ടും അവൻ നശിക്കാൻ സ്വർഗം അനുവദിച്ചില്ല. ഇന്ന് രാത്രി രാമൻ പറഞ്ഞാട്ടെ. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം എന്നറിയാമോ? പിശാച് എത്ര ശക്തിയോടെ പോരാടിയാലും, അവൻ എന്തെല്ലാം പരിപാടികൾ നിന്നെ അല്പം വേദനിപ്പിച്ചാലും, ഫൈനൽ ജയം നിൻ്റേതായിരിക്കും ഇന്ന് രാത്രി വിളിച്ചു പറയണം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ആ ചെറുക്കൻ അനുഭവിച്ച കഷ്ടപ്പാടൊന്ന് ആലോചിക്കുക. പലപ്പോഴും തീയില്, അപ്പം ഇവൻ്റെ ശരീരത്തിൽ പൊള്ളല്, ഇവന് പ്രതികരിക്കാൻ വയ്യ.
പക്ഷെ ഇവൻ അസ്വസ്ഥനാ, ഇവൻ ശരീരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, പക്ഷെ ഇവന് സ്വയമായിട്ട് പ്രതികരിക്കാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. നിന്റെ സ്വാതന്ത്ര്യത്തെ തടയുന്ന സകല വിഷയങ്ങളെയും കർത്താവെ നീ പുറത്താക്കണമെന്ന് രാത്രി പ്രാർത്ഥിക്കണം. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് കഷ്ടം അനുഭവിച്ച്, ഞാൻ പറഞ്ഞത് ദുഷ്ടശക്തികളുടെ പീഡനം അനുഭവിച്ച് മുൻപോട്ട് പോകാനല്ല, അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണം. എല്ലാവരും പറഞ്ഞേ, സ്വാതന്ത്ര്യം പ്രാപിക്കണം. ഹല്ലേലൂയ. പലപ്പോഴും അവനെ നശിപ്പിക്കേണ്ടതിന് ഇന്ന് രാത്രിയിൽ ഞാൻ ഈ വചനം ഇവിടെ നിന്ന് പറയുമ്പോൾ തന്നെ സ്തോത്രം വിശ്വാസത്തോടെ പറയണം. ആത്മമണ്ഡലത്തിൽ നശിപ്പിക്കാൻ നിൽക്കുന്ന സ്തോത്രം എൻ്റെ ആരോഗ്യത്തെ, എൻ്റെ സ്വസ്ഥതയെ, എൻ്റെ സമാധാനത്തെ നശിപ്പിക്കാൻ നിൽക്കുന്ന പൈശാചിക കെട്ടുകളുടെ മേൽ, ദുർഭൂത ശക്തികളുടെ മേൽ എനിക്കൊരു ജയം ഇന്ന് രാത്രി എൻ്റെ കർത്താവ് തരും. നിങ്ങൾ ചിന്തിക്കരുത് 24 മണിക്കൂറും ഈ പിശാചി ചെറുക്കൻ്റെ മേലിരിക്കുവാന്ന് ചിന്തിക്കരുത്. അവിടെ ആ പദം നിങ്ങൾ അത് വരച്ചു വെക്കണമെന്ന് ഞാൻ പറഞ്ഞു. പിടിക്കുന്ന ചില സമയങ്ങളുണ്ട്, അല്ലേ അങ്ങനെ എഴുതിയിരിക്കുന്നത്. എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. സ്തോത്രം. ഈ രോഗമാണ്, ഇതൊരു രോഗമാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്. മത്തായിൽ അത്, മർക്കോസിൽ അത് പറയുന്നില്ലെങ്കിലും മത്തായിൽ അത് പറയുന്നുണ്ട്. ആ രോഗത്തിൻ്റെ പേരെന്നാണെന്നറിയാമോ? ചന്ദ്രരോഗം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 14-15 വാക്യം വായിച്ചാട്ടെ. അവർ പുരുഷാരത്തിന്റെ അടുക്കൽ വന്നാറേ ഒരു മനുഷ്യൻ വന്ന് അവന്റെ മുമ്പാകെ മുട്ടുകുത്തി, കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ, അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും. എല്ലാവരും പറഞ്ഞേ, എന്തോ രോഗം? ചന്ദ്രരോഗം, ലുണറ്റിക് എന്നൊരു പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മറ്റൊരു പദമാണ് എപ്പിലെപ്സി. കേട്ടുണ്ടോ നിങ്ങൾ? അപസ്മാരം. അപസ്മാരത്തിൻ്റെ പുറകിൽ എപ്പിലെപ്സി. അവിടെ എന്താ പദം ഉപയോഗിച്ചിരിക്കുന്നത്? ചന്ദ്രരോഗം. ഞാൻ ഈ പറയുന്നത് എന്തിനെന്നറിയാവോ? എന്തിനാ പറയുന്നേ? എല്ലാ രോഗങ്ങളും മരുന്ന് കഴിച്ചാൽ മാറത്തില്ല. ചില രോഗങ്ങൾ കർത്താവ് വിടുവിക്കേണ്ടതുണ്ട്. ഈ ദിവസങ്ങളിൽ ഉപവാസത്തിൽ നീ കർത്താവോട് പറയണം, കൂടെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ കർത്താവേ, ഇത് മെഡിക്കൽ സയൻസ് കഴിച്ചാൽ മാറത്തില്ല. അവിടുത്തെ ദിവ്യമായ ശക്തി പകർന്നെങ്കിൽ മാത്രമേ ഇത് അഴിഞ്ഞു മാറത്തുള്ളൂ. അവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് നമ്മൾ വായിച്ചേ, എൻ്റെ കർത്താവേ, മകനോട് കരുണയുണ്ടാകണമെന്ന് ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാതെ കഷ്ടത്തിലായി പോകുന്നു. ഈ എന്താ ഈ അപസ്മാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മെഡിക്കൽ ഫീൽഡിൽ ഇരിക്കുന്നവർക്ക് അറിയാമല്ലോ. ഈ താളം തെറ്റിയുള്ള നമ്മുടെ ബ്രെയിനിനകത്തെ ഇലക്ട്രിക്കൽ സിഗ്നൽസിനുണ്ടാകുന്ന താളം തെറ്റലുകളാണ് എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ, ഇല്ലയോ? അബ്നോർമൽ ആക്ടിവിറ്റി, അങ്ങനെയാണോ? ആന്നേ, സ്തോത്രം. അതിനെയാണ് അപസ്മാരം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ, മെഡിക്കൽ സയൻസിന് അതിനൊരു പേരുണ്ട്, അല്ലേ? പക്ഷെ കർത്താവിൻ്റെ മുമ്പിൽ വന്നപ്പം അത് കൊണ്ട് ട്രീറ്റ് ചെയ്യാനല്ല പറഞ്ഞത്, അതിൻ്റെ മേൽ അധികാരത്തോടെ കർത്താവ് കൽപ്പിക്കുക ചെയ്തേ. എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ രാത്രി മനസ്സിലാകുന്നുണ്ട്? സയൻസ് ഒരു പേര് പറഞ്ഞു, മെഡിക്കൽ ശാസ്ത്രം ഒരു പേര് പറയും, മനുഷ്യനൊരു പേര് പറയും. പക്ഷെ ഇന്ന് രാത്രി വിളിച്ചു പറയണം, ആ സകല നാമത്തിൻ്റെ മീതെ ഞാൻ ആരാധിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ നാമമുണ്ട്. എത്ര പേർക്ക് ഈ രാത്രി ചില രോഗങ്ങളുടെ പേര് വിളിച്ചു പറഞ്ഞിട്ട് പറ, നീ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളുടെ പേര് വിളിച്ചു പറഞ്ഞിട്ട് പറ, ഈ പേരിൻ്റെ മീതെ എൻ്റെ യേശുവിൻ്റെ നാമം വ്യാപരിക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അനുഭവിക്കുന്ന നിൻ്റെ മുമ്പിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പേര് കാണും, ഒരു പേര് കാണും. ആ പേര് പറഞ്ഞിട്ട് പറയണം, ആ പേരിൻ്റെ മീതെ എൻ്റെ യേശുവിൻ്റെ നാമം ഇന്ന് രാത്രി വ്യാപരിക്കുന്നുണ്ടെന്ന് വിളിച്ചു പറയണം. മെഡിക്കൽ ഡോക്ടേഴ്സ് അതിനെ എപ്പിലെപ്സി എന്ന് വിളിച്ചു. യേശു അതിനെ ഊമനും ചെകിടനുമായ ആത്മാവേ അവനെ വിട്ടുപോകാൻ പറഞ്ഞു. ഇതാണ് പ്രാർത്ഥിക്കുന്നവൻ്റെ കരങ്ങളിൽ ഒരു വിഷയം വന്നാലുള്ള ഒരു ഗുണം.
സ്തോത്രം. പണ്ട് ഞാനൊരു ചില വർഷങ്ങൾക്ക് മുമ്പാ 21 ദിവസത്തെ ഒരു ദൈവദാസൻ്റെ കൂടെ 21 ദിവസം ഒരു ഉപവാസം ഇരിക്കും. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ചിന്ത. ഒരു സഹോദരിയുടെ ശരീരം മുഴുവൻ പൊട്ടി അളിഞ്ഞു. സ്തോത്രം. അവരുടെ ഉള്ളിൽ ചില കൈവശങ്ങളുണ്ടായിരുന്നു. ആ കൈവശം മുഴുവൻ അഴിയാൻ തുടങ്ങി. കണ്ടാൽ വിരൂപമാകുന്ന രീതിയിൽ വ്രണം പോലെ ശരീരം നിറുക തൊട്ട് പാദം വരെ പൂറ്റിയുടെയൊക്കെ കാലിൻ്റെ വെള്ള തൊലി പാട പോലെ ഇളകുന്ന അനുഭവങ്ങൾ. സഹോദരങ്ങൾ പറഞ്ഞു, നീ ഇങ്ങനെ മണ്ടത്തരം കാണിക്കരുത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. സ്തോത്രം. ആ ഫാസ്റ്റിംഗ് പ്രയറിൽ പരിശുദ്ധാത്മാവ് ചോദിച്ചു, വിശ്വാസമുണ്ടെന്ന് ചോദിച്ചു, ഉണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. ആ സഹോദരി ആ 21 ദിവസം നീ ഇങ്ങനെ ചലമൊഴുകും ആ ശരീരത്തിൽ നിന്ന്. അതുപോലത്തെ അനുഭവത്തിൽ എതിർപ്പുകൾ അവഗണിച്ച് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് അവരിൽ വ്യാപരിച്ച സകല അശുദ്ധ വ്യാപാരങ്ങളും പോയപ്പോൾ ആ വിഷയത്തിൻ്റെ മേൽ വിടുതൽ വ്യാപരിച്ചു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ എന്തിനാ ഇത് പറയുന്നതെന്നറിയാമോ? ചില വിഷയങ്ങളുടെ മേൽ ദൈവം തന്നെ വിടുതൽ തരണം. എല്ലാം മെഡിക്കൽ സയൻസിൻ്റെ പുറകിലോട്ട് തള്ളി വിടരുത്, എല്ലാം ഡോക്ടറിൻ്റെ കയ്യിലോട്ട് തള്ളി വിടരുത്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് രാത്രി വിളിച്ചു പറ, സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരുവൻ എൻ്റെ കൂടെയുണ്ട്, വിടുവിക്കാൻ കഴിയുന്ന ഒരുവൻ എൻ്റെ കൂടെയുണ്ട്. അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനായ ദൈവമാണ്. അവൻ എനിക്ക് വേണ്ടി ഇന്ന് രാത്രി ചില രോഗങ്ങളെ സൗഖ്യമാക്കും, ചില വേദനകളെ അവൻ ഇന്ന് രാത്രി അഴിച്ചു മാറ്റും. എന്നെ ഉറക്കത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന, എന്നെ രാത്രിയിൽ ഭയപ്പെടുത്തുന്ന, ഉറക്കം തരാതെ എന്നെ വട്ടം കറക്കുന്ന ദുഷ്ടവ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് രാത്രി ഒരു ദൈവശക്തി ഈ 10ാമത്തെ ദിവസം ഈ ആരാധിക്കുന്ന ജീവിതങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ശരീരത്തെ ദണ്ണിപ്പിക്കുന്ന വ്യാപാരങ്ങൾ, ശരീരത്തെ ദണ്ണിപ്പിക്കുന്ന പോരുകൾ, പലപ്പോഴും തള്ളിയിടുന്ന, പലപ്പോഴും വട്ടം കറക്കുന്ന, പലപ്പോഴും തലകറക്കുന്ന, പലപ്പോഴും ഇരുട്ടിലാക്കുന്ന വ്യാപാരങ്ങൾ ഇന്ന് രാത്രി 10ാമത്തെ ദിവസം യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. അശുദ്ധ വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിവിച്ചാലേ ഈ രാത്രി സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തിൽ അടിസ്ഥാനം ഇടുന്നത് അഴിഞ്ഞു വരട്ടെ. സ്വസ്ഥത നശിപ്പിക്കുന്ന വ്യാപാരങ്ങൾ, നശിപ്പിക്കേണ്ടതിന് വെല്ലുവിളിക്കുന്ന പോരുകൾ, ഇല്ലാതാക്കാൻ വ്യാപരിക്കുന്ന വ്യാപാരങ്ങൾ, തലമുറയെ ഇല്ലാതാക്കാൻ, ഉദരബലത്തെ ഇല്ലാതാക്കാൻ, സ്വസ്ഥതയെ നശിപ്പിക്കാൻ വ്യാപരിക്കുന്ന സകല അശുദ്ധ വ്യാപാരങ്ങളും ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ചുടബല ബരഗട ജലധര ഘടക സഖ ബാഖ രാഖദാന ചുടബര ധിരവന ഘടകദിനി വിരിവി ഘടകദന അർത്ഥരാജ ഘടകദന റിഗദ ഘടകസി. ഇന്ന് രാത്രി ചില ദൈവശക്തി വ്യാപരിക്കട്ടെ. പ്രാർത്ഥിക്കുക, വിട്ടുകളയാതെ പ്രാർത്ഥിക്കുക. സ്വസ്ഥത നിന്റെ അവകാശമാ. പിശാചിന്റെ കയ്യിൽ ഒരു പന്തായിട്ട് നീ ആകാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി ചില ഡെലിവറൻസുകൾ ഈ വചനത്തിന്റെ ശക്തി ചില പിന്നാമ്പുറങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഉടരമന ഘടകല ഗതുരപ്രഭാജ ഘടകസ് അർത്ഥരാജഗതന ഘടകസ് അധുരിബിരിബി ഘടലെന്ന് പ്രാർത്ഥിച്ച് അവിടെ ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മെഡിക്കൽ സയൻസ് അതിനെ അപസ്മാരമെന്ന് വിളിക്കും, മെഡിക്കൽ സയൻസ് എന്നെ പല പേര് വിളിക്കും. പക്ഷേ ഇന്ന് രാത്രി വിളിച്ചു പറയണം, അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന അശുദ്ധാത്മാവേ ഇറങ്ങിപ്പോകാൻ പറയണം. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്, എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ മന്ദിരമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? ഈ രാത്രി അതൊന്ന് വിളിച്ചു പറ. അതരം തുറന്ന് വിളിച്ചു പറ, എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിന് ഇരിക്കാനുള്ള മന്ദിരമാണ്, എൻ്റെ കുടുംബം പരിശുദ്ധാത്മാവിന് വസിക്കാനുള്ള മന്ദിരമാണ്, എൻ്റെ ശരീരം ദൈവ സാന്നിധ്യം പകരപ്പെടാനുള്ളതാണ്. അതിന് വിരോധമായി അശുദ്ധ വ്യാപാരങ്ങൾക്ക് എൻ്റെ ശരീരത്തിൻ്റെ മേൽ അവകാശമില്ല. നിങ്ങളുടെ അധരങ്ങൾ കൊണ്ട് തന്നെ ഈ രാത്രി വിളിച്ചു പറ, യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകാൻ പറ. Oh, Jesus! ഇനി അത് ആവർത്തിക്കപ്പെടരുന്ന് പറ. സ്തോത്രം.
ആമേൻ രാത്രിയിൽ ഉറങ്ങാൻ അനുവദിക്കാത്തത്, ഭയപ്പെടുത്തുന്നത്. ആമേൻ ചിലര് ആമേൻ സ്തോത്രം പറയുന്നത് കേട്ടിട്ടില്ലേ? ഉറങ്ങാൻ പറ്റത്തില്ല, എങ്ങനെ കിടന്നാലും ഉറങ്ങാൻ പറ്റത്തില്ല. ഭയപ്പെടുത്തുന്ന, നേരം വെളുക്കുമോ എന്നുള്ള ഭയം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി അങ്ങനെയുള്ള ഭയങ്ങൾ അഴിയട്ടെ. ആമേൻ സ്തോത്രം. അങ്ങനെയൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഇതൊരു ഉപവാസ പ്രാർത്ഥനയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ദൈവം പ്രവർത്തിച്ചുകൊള്ളും, ദൈവം പ്രവർത്തിച്ചുകൊള്ളും. ശരീരത്തിൽ കൂടെ കൂടെ ഉണ്ടാകുന്ന പെരുപ്പുകൾ, ശരീരത്തിൽ കൂടെ കൂടെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, ഇഴച്ചിലുകളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ആരോഗ്യത്തിന് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ വ്യാപാരങ്ങളും ഈ രാത്രി അഴിയാൻ പ്രാർത്ഥിക്കുക. നശിപ്പിക്കേണ്ടതിന്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറ. അപ്പോ സ്തോത്രം, നമുക്ക് മുൻപോട്ട് പോകണമല്ലോ. മത്തായിയിൽ കാണുന്ന രണ്ട് കാര്യങ്ങൾ അതാണ്. ഇനി മർക്കോസിലേക്ക് വന്നേ. മർക്കോസിൻ്റെ സുവിശേഷത്തിലും നമ്മൾ കാണുന്ന രണ്ട് അത്ഭുതങ്ങളുണ്ട്. അത് മർക്കോസിൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അത് ഒന്ന്, മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. വായിച്ചാട്ടെ. അവൻ വീണ്ടും സോരിൻ്റെ അതിർ വിട്ട് സീദോൻ വഴിയായി ദക്കപ്പുലി ദേശത്തിൻ്റെ നടുവിൽ കൂടി ഗലീല കടൽപ്പുറത്ത് വന്നു. അവിടെ അവൻ വിക്കനായൊരു ചെകിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ്റെ മേൽ കൈവയ്ക്കണമെന്ന് അപേക്ഷിച്ചു. അവൻ അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു. സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ട് അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള എഫെത എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ ചെവി തുറന്നു, നാവിൻ്റെ കെട്ടുമഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. ഇത് ആരോടും പറയരുത്. നമ്മൾ മേളി വായിച്ചത് ഇതെല്ലാത്തിൻ്റെയും പുറകിൽ എന്തുവാ ഓരോ ദുഷ്ടശക്തികളാണ്. ഇവിടെ എന്താ പ്രശ്നം? വിക്കനായ ഒരു ചെകിടൻ, സംസാരിക്കാനും പറ്റത്തില്ല, കേൾക്കാനും പറ്റത്തില്ല. ഇനി രണ്ടാമത്തേത് ഏതാ? മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മൾ മർക്കോസിൽ മാത്രം കാണുന്ന രണ്ടാമത്തെ അത്ഭുതം കാണുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. അവർ ബെത്സയിദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ തൊടണമെന്ന് അപേക്ഷിച്ചു. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേൽപോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ എത്രേ കാണുന്നത് എന്ന് പറഞ്ഞു. പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചാറെ അവൻ സൗഖ്യം പ്രാപിച്ചു. മിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി. ഇവിടെ ആരാ? കുരുടൻ. മുകളിൽ ആരാ? സംസാരിക്കാനും പറ്റത്തില്ല, കേൾക്കാനും പറ്റത്തില്ല. നിങ്ങൾ ഈ രണ്ട് അത്ഭുതങ്ങളെ തമ്മിൽ പാരലായിട്ട് വെച്ചിട്ട് ഇത് രണ്ടും കൂടെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഇതുവരെ കർത്താവ് ചെയ്തിട്ടില്ലാത്ത വ്യത്യസ്തമായ രീതിയിലാണ് ഈ രണ്ട് അത്ഭുതങ്ങളും കർത്താവ് ചെയ്തത്. രണ്ടിടത്തും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്തൊക്കെയാ? പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൊണ്ടുപോയി. 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഊരിന് തന്നെ പുറത്ത് കൊണ്ടുപോയി അല്ലേ? 7-ാം അധ്യായത്തിൽ സൗഖ്യമാക്കുന്നതിന് മുൻപ് പുരുഷാരത്തിൽ നിന്ന് എന്ത് ചെയ്തു? യേശു വേറിട്ട് കൊണ്ടുപോയി. 8-ാം അധ്യായത്തിലെ അത്ഭുതത്തിലേക്ക് വരുമ്പോൾ അത്ഭുതം ചെയ്യുന്നതിന് മുൻപ് ഊരിൽ നിന്ന് തന്നെ, ആ പട്ടണത്തിൽ, ആ ഗ്രാമത്തിൽ, ആ സ്ഥലത്തു നിന്ന് തന്നെ കർത്താവ് എന്ത് ചെയ്തു? കുരുടനെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുപോയി. എന്തിനായിരിക്കും കർത്താവ് അങ്ങനെ ചെയ്തത്? ആൾക്കൂട്ടത്തിൽ നിന്ന് മാറ്റിയത് എന്തിനാ? അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരാത്മീയ സത്യമുണ്ട്. അത് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ, യേശുവിന് വേണമെങ്കിൽ 10 പേരുടെ മുമ്പിൽ ഈ അത്ഭുതം ചെയ്യാം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഈ എഴുത്തുകാരാവശ്യത്തിനനുസരിച്ചുള്ള അത്ഭുതങ്ങൾ മാത്രമേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കാണുന്നത് രണ്ടിടത്തും, മർക്കോസാണത് രണ്ടും എഴുതിയിരിക്കുന്നത്, രണ്ടിടത്തും എന്തിനാണ് ഈ പുരുഷാരത്തിൽ നിന്നും ആമേൻ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നിന്നും ഊരിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ചോദിച്ചാൽ, ആരും ഇതിൻ്റെ രഹസ്യം, ഇതിൻ്റെ പബ്ലിസിറ്റി എടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മനസ്സിലാകുന്നു ഞാൻ പറയുന്നത്? എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, കർത്താവിന് പബ്ലിസിറ്റി വേണമെന്നൊരു ചിന്ത ഇല്ലാത്ത ഒരാളായിരുന്നു. സ്തോത്രം. പക്ഷെ നമുക്ക് തിരിച്ചാ. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്താൽ 4 പേരുടെ മുമ്പിൽ ഒന്ന് കാണിക്കണം, എന്നിൽ അഭിഷേകം ഉണ്ടെന്ന് 10 പേരുടെ മുമ്പിൽ ഒന്ന് തെളിയിക്കണം. കർത്താവ് അങ്ങനെ തെളിയിക്കാൻ ശ്രമിച്ച ആളല്ല, പക്ഷേ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി അവൻ പബ്ലിക്കായതാ. അങ്ങനെ ആകുന്നതാ അനുഗ്രഹം എന്ന് പറയുന്നത്.
നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പബ്ലിക്കാകാൻ നോക്കണ്ട. അങ്ങനെ ആകാൻ പോയാൽ എന്നേക്കുമായി നമ്മൾ പല വിധത്തിൽ പബ്ലിക്കായി പോകും. പക്ഷേ രഹസ്യമായി ദൈവസന്നിധിയിൽ പ്രാപിക്കുന്ന കൃപ ദൈവം നമ്മളെ പബ്ലിക്കാക്കുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഒരാമേൻ പറഞ്ഞേ. എന്നിട്ട് ശ്രദ്ധിച്ചേ, പുരുഷാരത്തിൽ നിന്ന് വേറിട്ടുകൊണ്ട്. അപ്പം ആൾക്കൂട്ടത്തെ സത്യം പറഞ്ഞാൽ ഇപ്പം കൊണ്ടുവന്ന കൂട്ടരുണ്ടല്ലോ, ഈ രണ്ടുപേരെയും കൊണ്ടുവന്നവരുണ്ട്. ഇവൻ എന്തോ സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി ഇവരെന്തായാലും നിശ്ചയമായും ഒരു കൂട്ടർ നോക്കിയിരിപ്പുണ്ട്. ഇനി നിങ്ങൾ അടുത്ത ഭാഗം ശ്രദ്ധിച്ചേ, 2 സ്ഥലങ്ങളിലും 2 വിഷയങ്ങളിലും. ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ വായിച്ചേ, വിരൽ ചെവിയിൽ ഇട്ടു, തുപ്പി നാവിനെ തൊട്ടു. കേട്ടോ, ഒരു പഠനമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തു. ആദ്യത്തെ സ്ഥലത്ത് എവിടെ തുപ്പിയെന്ന് എഴുതിയിട്ടില്ല. ഉണ്ടോ? തുപ്പിയെന്ന് എഴുതിയിട്ടുള്ളൂ. പക്ഷെ അവിടെ വിരലിട്ടു, തുപ്പി, നാവിനെ തൊട്ടു. പക്ഷെ രണ്ടാമത്തെ അത്ഭുതത്തിൽ, 8-ാമത്തെ അധ്യായത്തിലെ അത്ഭുതത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, കണ്ണിൽ തുപ്പി. അപ്പം നമുക്കൊരു ഇച്ചിരി അസ്വസ്ഥത തോന്നുന്ന ഒരു കാര്യമാണ് ഇതില്ലയോ, എന്തിനായി തുപ്പിയത്? എഫദാ എന്ന് പറഞ്ഞാൽ 100% അവൻ്റെ സകല അടവും തുറന്നു വരത്തില്ലേ? ഹല്ലേലൂയ. ഈ ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ യേശു നിന്നപ്പോൾ മരിച്ചവനെ പുറത്തു വാന്നല്ല വിളിച്ചു പറഞ്ഞേ, ലാസറേ പുറത്തു വാന്ന. കാരണം മരിച്ചവനെ എന്ന് പുറത്തു വാന്ന് വിളിച്ച ആ ദേശത്തെ മരിച്ചവർ മൊത്തം പുറത്തു വരും. കാരണം നമ്മുടെ കർത്താവിൻ്റെ ശക്തി ഭയങ്കരമാണ്. അപ്പം ഇവിടെ എഫദ എന്ന് പറഞ്ഞാൽ 100% അവൻ്റെ എല്ലാം അടഞ്ഞതും തുറക്കും. പക്ഷെ കർത്താവ് ഇവിടെ ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചേ, വിരലിട്ടു, പിന്നെ അവൻ്റെ അവിടെ തുപ്പി, അവൻ്റെ നാവിൽ തൊട്ടു. അപ്പം ഞാൻ ഇത് മനസ്സിലാക്കിയതാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇവനെ എവിടുന്നാണ് കൊണ്ടുവന്നേ? പുരുഷാരത്തിൽ നിന്ന് കൊണ്ടുവന്നതാ അല്ലേ? അപ്പം ഇവൻ എന്താ സംഭവിക്കുന്നതെന്ന് കാണുന്ന ഒരു കൂട്ടരുണ്ട്. അപ്പം ഞാൻ ഈ തുപ്പിയത് എന്തിനാണ് എന്നുള്ള ഒരു വിഷയം പഠിച്ചപ്പം, സ്തോത്രം, ഈ അവിടുത്തെ ഒരു എന്താ പറയുന്നത്, അവിടുത്തെ ഒരു കൾച്ചർ മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് സംഭവം പിടികിട്ടത്തുള്ളൂ. എന്താ മനസ്സിലാക്കണം? കൾച്ചർ. റോമ എഴുത്തുകാരും യഹൂദ ഉപദേഷ്ടാക്കന്മാരും പഠിപ്പിക്കുകയും അന്ന് അവർ വിശ്വസിച്ചിരിക്കുകയും ചെയ്ത ഒരു കാര്യമാണ്, തുപ്പലിനകത്ത് സൗഖ്യമാക്കാൻ കഴിയുന്ന ശക്തി ഉണ്ടെന്നുള്ളത്. മനസ്സിലാകുന്ന ഞാൻ പറയുന്നത്, ഞാനത് തെളിയിക്കാം. ടാൽമുഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ടാൽമുഡ്, TALMUD. ടാൽമുഡ് എന്ന് പറഞ്ഞാൽ യഹൂദ അല്ലെങ്കിൽ ജൂത ദൈവശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ഈ ടാൽമുഡ് എന്ന് പറഞ്ഞത്. അതിനകത്ത് പരീശന്മാർ എഴുതി ചേർത്തിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ആദ്യജാതൻ്റെ തുപ്പലിന് അന്ധത സൗഖ്യമാക്കാൻ കഴിയുമെന്ന് ആരോ പറഞ്ഞു, അവരങ്ങനെ വിശ്വസിച്ചു. അങ്ങനെ ഒരു വിശ്വാസ ചരിത്രമാർക്കുണ്ട്, ആ കാലഘട്ടത്തിലുണ്ട്. ഈ പ്ലിനി എന്ന് പറഞ്ഞൊരു മൂപ്പനുണ്ടായിരുന്നു. PLINY. പ്ലിനി എന്ന് പറയുന്ന മൂപ്പൻ ഒരു ഗ്രീക്കോ റോമൻ എഴുത്തുകാരനാണ്. പേര് വേണോ? PLINY. നിങ്ങൾ പിന്നെ നോക്കിയാൽ PLINY. ഒരു മൂപ്പനാണ് അദ്ദേഹം. ഒരു പ്രകൃതി ശാസ്ത്രജ്ഞനും ആദ്യകാല റോമ പൗരന്മാരുടെ കൂട്ടത്തിലെ നാവികസേന മേധാവിയുമായിരുന്നു. അപ്പോൾ തന്നെ വെസ്പാനിയൻ എന്ന് പറഞ്ഞൊരു ചക്രവർത്തിയുണ്ട്. ആ ചക്രവർത്തിയുടെ കൂട്ടുകാരനുമായിരുന്നു. ഈ ചക്രവർത്തി പണ്ട് അവകാശപ്പെട്ടിരുന്നൊരു കാര്യമാണ്, അവൻ്റെ തുപ്പല് കൊണ്ട് അവനൊരു അന്ധനെ സൗഖ്യമാക്കി എന്നുള്ളത്. പറഞ്ഞ മനസ്സിലായി? ഇതൊരു ചരിത്രമാണ് കേട്ടോ, ചരിത്രമാണ്. അപ്പം ഈ ഒരു വിശ്വാസം ഇങ്ങനെ പരമ്പരാഗതമായി ഇവരുടെ ഇടയിൽ വ്യാപരിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? തുപ്പലിനകത്ത് സൗഖ്യമാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചിന്ത അവിടെ വന്നത്, അപ്പം യേശു ആ വിശ്വാസത്തെ സ്ഥാപിക്കുമായിരുന്നു. ഒറ്റ നോട്ടത്തിൽ സത്യം പറഞ്ഞ യേശു വിശ്വാസത്തെ സ്ഥാപിക്കുവാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ
യേശു ആ വിശ്വാസത്തെ സ്ഥാപിക്കുവല്ല, അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്നത് പോലെ പറയുന്നത് പോലെ തുപ്പലിന് കഴിവുണ്ടെന്ന് തെളിയിക്കാനല്ല യേശു അവിടെ തുപ്പുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ആദ്യത്തെ 7-ാം അധ്യായത്തിൽ തുപ്പിയെന്നേ ഉള്ളൂ, എവിടെ തുപ്പിയെന്ന് എഴുതിയിട്ടില്ല. 8-ാം അധ്യായത്തിൽ കണ്ണിൽ തുപ്പിയെന്ന് എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിച്ചോണം, 10 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം. അപ്പൊ യേശു തുപ്പി. 2 ഉദ്ദേശങ്ങളാണ്. ഒന്ന്, കണ്ടു നിൽക്കുന്നവർക്ക് മനസ്സിലാകണം ഇവനെ സൗഖ്യമാക്കാൻ പോകുകയാണ്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? യേശുവിൻ്റെ ഇൻറ്റൻഷൻ മനസ്സിലാക്കണം. അതിനാണ് ഈ ചെവിയിൽ വിരലിട്ടതും തുപ്പിയതും നാവിൽ തൊട്ടതും. കാരണം അവരുടെ ഇടയിലെ കൾച്ചർ, ഇത് പഠനമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നേ, അവരുടെ ഇടയിലെ കൾച്ചർ, അവർ ദൂരെ നിൽക്കുന്നവർ മനസ്സിലാക്കണം യേശു എന്ത് ചെയ്യാൻ പോകുക. 2, ഈ സൗഖ്യമാകണമെന്നുള്ള ആഗ്രഹത്തോടെ നിൽക്കുന്നതിൻ്റെ അകത്തൊരു വിശ്വാസമുണ്ട്, തുപ്പലിനകത്ത് ഒരു സൗഖ്യമുണ്ടെന്നുള്ളത്. ആ വിശ്വാസത്തെ ഒന്ന് താങ്ങിയതാണ് ആര്? യേശു. ശ്രദ്ധിച്ചേ, പക്ഷെ എവിടെ തുപ്പിയെന്ന് എഴുതിയിട്ടില്ല. നിങ്ങൾ കേട്ടോണം. ആ രോഗിയുടെ വിശ്വാസത്തെ ഒന്ന്, അപ്പം അവിടെ വന്നപ്പോഴാണ് എനിക്കൊരു സംഭവം മനസ്സിലായത്. ഈ നമ്മളിപ്പം ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ദൈവപ്രവർത്തികൾക്ക് എല്ലായിടത്തും ദൈവപ്രവർത്തികളുണ്ട്, പക്ഷെങ്കിൽ ചില മേഖലകളിലെ പ്രാക്ടീസുകൾ ഇവിടെ കൊണ്ടുവന്നാൽ ഫലിക്കത്തില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? നോർത്ത് ഇന്ത്യയിൽ ഭയങ്കര അത്ഭുത പ്രവൃത്തികൾ നടക്കും, പക്ഷെ അവിടെ നടത്തിയതുപോലെ ഇവിടെ നടത്താൻ വന്നാൽ ഇവിടുത്തെ ഒരു കൾച്ചർ, അല്ലെങ്കിൽ നമ്മുടെ ഇടയിലെ കൾച്ചർ നമ്മളെ അനുവദിക്കത്തില്ല. അപ്പം അതെന്തുമായിട്ട് മാറും? ദുരുപദേശമായിട്ട്. പിടികിട്ടുന്നതാണോ ഞാൻ പറയുന്നത്? ഇപ്പം അമേരിക്കയിലെ ചർച്ചുകളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള പാശ്ചാത്യടത്ത് എങ്ങനെ വസ്ത്രം ധരിച്ചു വന്നാലും അവിടെ ദൈവസാന്നിധ്യം ഇറങ്ങും. അപ്പം നമ്മൾ അവരെ എന്തോ ചെയ്യും? കുറ്റം പറയും. അതുപോലെ ഇവിടെ വന്നാലോ, അവിടുത്തെ സ്വഭാവം കഴിയുമ്പോൾ എല്ലാവരും കെട്ടിപ്പിടിക്കും. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? പക്ഷെ ഇങ്ങനെ ഇവിടെ നമ്മളെല്ലാം ഇവിടെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങിയാലോ അടുത്ത ആഴ്ച പോയിട്ട് ഇവിടെ മൂട്ടനടി നടക്കും. കാരണം എന്നാ? നമ്മുടെ കൾച്ചറിന് വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ശരിയാണെന്നോ അവർ തെറ്റാണെന്നോ അല്ല. പിടികിട്ടുന്നുണ്ടോ ഞാൻ പറയുന്നേ? നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന, നമ്മുടെ വിശ്വാസത്തെ സപ്പോർട്ട് ചെയ്യുന്നൊരു കൾച്ചർ നമുക്കുണ്ട്. അത് ദൈവം അംഗീകരിക്കുന്നുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ഒരാമേൻ പറഞ്ഞു ഇന്ന് രാത്രി. അപ്പം നമ്മളാരും കുറ്റം പറയാൻ പോകണ്ട. നമ്മൾ നമ്മുടെ കാര്യം നോക്കി സ്വോത്രം പറഞ്ഞങ്ങ് പോയാൽ മതി. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പം തുപ്പിയതിൻ്റെ പുറകിലത്തെ കുട്ടൻസ് മനസ്സിലായോ? 1-ാം ഭാഗത്ത് യേശു തുപ്പി. എന്നിട്ട് അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. അത് കഴിഞ്ഞിട്ട് 7-ാം അധ്യായത്തിലെ സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ട് അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള യഫദാ എന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, വായിച്ചോ. ഉടനെ അവന്റെ ചെവി തുറന്ന് നാവിന്റെ കെട്ടുമഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. ഇനി 7-ാം അധ്യായത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ. 8-ാം അധ്യായത്തിൽ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? സ്തോത്രം. ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചോണം, അവരുടെ ഇടയിലുള്ള പഠിപ്പിക്കലും പാരമ്പര്യവും എന്താണ്? തുപ്പിയാൽ അല്ലെ തുപ്പലിനകത്ത് വിടിവിക്കുന്ന എന്തോ ഒരു അമാനുഷികത ഉണ്ടെന്നാണ്. പക്ഷേ 8-ാം അധ്യായത്തിൽ കർത്താവ് അത് പൊളിക്കുക. നമ്മളാണ് 7-ാം അധ്യായം പറഞ്ഞുകൊണ്ട് നടക്കും. അത് കർത്താവിന് എന്തോ ചെയ്യണം? പൊളിക്കണം. 7-ാം അധ്യായത്തിൽ ചെയ്ത അതേ പ്രവൃത്തി തന്നെ 8-ാം അധ്യായത്തിൽ ചില വാക്യങ്ങൾ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ചെയ്തെങ്കിൽ അവിടുത്തെ പ്രവൃത്തി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. എന്താ വായിച്ചോ? 8-ാം അധ്യായത്തിൽ 23 മുതൽ. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്ത് കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ചു. അവന്റെ കണ്ണിൽ തുപ്പി. അവിടെ വ്യക്തമായി എഴുതി, കണ്ണിൽ തുപ്പി. കൈ ദേഹത്ത് വെച്ചു, അവന്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേൽപോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങളെ പോലെ എത്ര. ശ്രദ്ധിച്ചോണേ, കണ്ണിൽ തുപ്പി,
അവൻ്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടെന്ന് ചോദിച്ചു. അവൻ്റെ മറുപടി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രയെ കാണുന്നത്. ഇവിടെ നമ്മുടെ ചിന്ത ഒന്ന് നിർത്തേണ്ട അല്ലെങ്കിൽ നമ്മൾ നിർത്തി ഒന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ ഈ ഭാഗം ശരിക്കും പഠിച്ചു എന്ന് മനസ്സിലാൽ ഞാൻ ഇതിൻ്റെ പല ഭാഗങ്ങൾ നോക്കിയപ്പോൾ ചരിത്രകാരന്മാർ പറയുന്നത് ഇവൻ പൂർണ്ണ അന്ധനായിരുന്നില്ല എന്നാണ്. മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? ഇവൻ പൂർണ്ണ അന്ധൻ ആയിരുന്നില്ല, പക്ഷെ അന്ധനായിരുന്നെന്നാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത്. യേശുവിൻ്റെ ആദ്യത്തെ തൊടലിൽ അവന് പകുതി കാഴ്ച വന്നു, രണ്ടാമത്തെ തൊടലിൽ പൂർണ്ണ കാഴ്ച വന്നു. അതിൻ്റെയൊക്കെ ഞാൻ അവസാനം വരാം. ഇപ്പം നമ്മൾ ഈ ഭാഗം എങ്ങനെയാണ് കാണുന്നത്? ഇവൻ പൂർണ്ണനായ അന്ധനായിരുന്നില്ല, അവൻ്റെ പാർഷ്യൽ സൈറ്റ് അവനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ ഇവൻ എങ്ങനെ ഈ മരങ്ങളുടെ ഷേപ്പ് മനസ്സിലായേ? ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യൻ മരങ്ങളെ പോലാണ് നടക്കുന്നതെന്ന് രൂപം ഒരാളുടെ മനസ്സിൽ കയറണമെങ്കിൽ എന്തോ വേണം? കാഴ്ച വേണ്ടേ? പറഞ്ഞു കൊടുത്ത രൂപം മനസ്സിൽ കയറുമോ? അതെ ഇങ്ങനെ ആയിരിക്കുന്നത്. പണ്ടാരണ്ട് ആനയെ തൊടാൻ പോയ പോലെ ആന ചെന്ന് ഒരുത്തൻ ചെന്ന് കാലെ തൊട്ടപ്പം, കണ്ണുപൊട്ടന്മാർ ചെന്ന് കാലെ തൊട്ടപ്പം എന്താ പറഞ്ഞത്? ആന തൂണ് പോലാന്ന് പറഞ്ഞു. പിന്നെന്തോ ഇത് ചെവിയെ ചെന്ന് തൊട്ടപ്പോൾ പറഞ്ഞു മുറം പോലാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ സ്തോത്രം. എന്തോ വെച്ചാ എന്ന് പറഞ്ഞ പോലെ ആരാ മരത്തിൻ്റെ രൂപം പറഞ്ഞു കൊടുക്കുന്നത്? അപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ക്ലിയർ അല്ലാത്ത, വളരെ ബ്ലേഡായിട്ടുള്ള, വളരെ ലോ പവറുള്ള ഒരു വിഷൻ ആർക്കുണ്ട്? ഇവനുണ്ട്. ശ്രദ്ധിച്ചോണോ? ആ ഒരു കണക്ഷൻ ശ്രദ്ധിച്ചോണേ. ആദ്യം യേശു എവിടെ തുപ്പി? കണ്ണി തുപ്പി. അവൻ്റെ മേൽ കൈവച്ചു. വല്ല മാറ്റം വന്നോ? പറ, വല്ല മാറ്റം വന്നോ? കഴിഞ്ഞ അധ്യായത്തിൽ ചെയ്തതുപോലെ നോക്കി നിൽക്കുക ബാക്കിയുള്ളവരെല്ലാം. അവരന്ന് വിചാരിച്ചത് എന്തുവാ? തുപ്പലിനകത്താണ് എന്തോ സംവിധാനം ഉണ്ടെന്ന്. കണ്ടോ, ഞങ്ങളുടെ പരീക്ഷന്മാരും ഞങ്ങളുടെ ഉപദേഷ്ടാക്കന്മാരും ഒക്കെ പറഞ്ഞത് യേശു എന്ത് ചെയ്യുക? ഉറപ്പിച്ചു. കാരണം യേശു എന്തോ ചെയ്തു? തുപ്പി. എന്നാൽ അങ്ങനല്ല, തുപ്പലിനകത്ത് 5 പൈസയുടെ ശക്തിയില്ല എന്ന് തെളിയിക്കുന്ന രംഗമാണ് ഇപ്പം നടക്കുന്നത്. രാമൻ പറ നിങ്ങൾ. സ്തോത്രം. അവനോട് ചോദിച്ചു വല്ലതും കാണുന്നുണ്ടോ? ഇല്ല. അടുത്തത് എന്താ അവിടെ എഴുതിയിരിക്കുന്നേ? അടുത്ത എന്താ എഴുതിയിരിക്കുന്നേ? സ്തോത്രം. അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചാറെ. അടുത്ത വാക്യം, അവൻ സൗഖ്യം പ്രാപിച്ച് മിഴിച്ചു നോക്കി, എല്ലാം സ്പഷ്ടമായി കണ്ടു. എന്ന് പറഞ്ഞാൽ യേശു അവിടെ ഒരു പാരമ്പര്യത്തെ പൊളിച്ചു കളഞ്ഞു. വർഷങ്ങളായി, നാളുകളായി അവർ പഠിപ്പിച്ചു കൊണ്ടിരുന്ന, അവർ വിശ്വസിച്ചു കൊണ്ടിരുന്ന, അവർ അംഗീകരിച്ചു കൊണ്ടിരുന്ന, എന്ന് പറഞ്ഞാൽ അവരുടെ റബിമാർ പഠിപ്പിച്ചു കൊണ്ടിരുന്ന ആ വിശ്വാസത്തെ യേശു അവിടെ തെളിയിച്ചു കാണിച്ചു. പാരമ്പര്യത്തിനല്ല, യാതൊരുവിധ സംവിധാനങ്ങൾക്കുമല്ല, യേശുവിൻ്റെ ഡയറക്റ്റ് സ്പർശനത്തിന് മാത്രമേ സൗഖ്യം കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ, വിടുതൽ കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ എന്ന്. നിങ്ങൾ ആ സ്പർശനം ഒന്ന് ശ്രദ്ധിച്ചേ. ആദ്യം അവൻ്റെ മേൽ കൈവച്ചു, രണ്ടാമത് അവൻ്റെ കണ്ണിൽ കൈവച്ചു. ഞാനത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടോ? തുപ്പിയിട്ട് അവൻ്റെ കണ്ണിൽ കൈവച്ചിരുന്നെങ്കിൽ സൂക്ഷം അവൻ സൗഖ്യമായനമായിരുന്നു. പക്ഷെ യേശുവിന് തെളിയിക്കണം, തുപ്പലിനകത്തല്ല കാര്യം ഇരിക്കുന്നത്. നീ പഠിച്ചു വെച്ച പല കാര്യങ്ങളും തെറ്റാണ്. ഇന്ന് രാത്രി ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ പ്രിയരെ? ഇതുപോലെയുള്ള പലവിധമായ അന്ധകാരത്തിൽ നിന്നും അന്ധവിശ്വാസത്തിൽ നിന്നുമാണ് ദൈവം നമ്മളെ ഈ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്നത്. എന്താ യേശു അവിടെ പറഞ്ഞതെന്നറിയാമോ? യേശു അവിടെ പറഞ്ഞത് നീ പഠിച്ചു വെച്ചതൊന്നുമല്ല. യേശുവിൻ്റെ സ്പർശനത്തിന്, ദൈവികമായ സ്പർശനത്തിന് മാത്രമേ വിടുതൽ കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. ഒരു പഠിപ്പിക്കലുകളെ മുഴുവൻ എന്ത് ചെയ്തു? യേശു അവിടെ അവസാനിപ്പിച്ചു. ഇനിയും നിങ്ങൾക്കൊരു സംശയം ഉള്ളിൽ വരും സാധ്യതയുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒരു കുരുടനെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിലും യേശു തുപ്പി, ചേറുണ്ടാക്കി, കണ്ണിൽ പുരട്ടി. അവിടെയാണ് ഞാൻ പറഞ്ഞത്, യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ യേശുവിനെ ദൈവമായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. അതായത് അങ്ങോട്ട് പോകുന്നില്ല, ഒറ്റ വാക്കിൽ പറയാം,
ദൈവമായിട്ട് അവതരിപ്പിക്കുന്ന യോഹന്നാൻ അവിടെ യേശു തുപ്പിയെന്നും കുഴച്ചെന്നും കണ്ണിൽ പുരട്ടിയെന്നും വാമൻ പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ സൃഷ്ടിപ്പിനെയാണ്. മനസ്സിലാകുന്നുണ്ടോ? ദൈവമായവൻ മണ്ണു കുഴച്ച് ഏദനിൽ മനുഷ്യനെ ഉണ്ടാക്കിയതുപോലെ സൃഷ്ടിക്കുന്ന ഒരു ദൈവത്തെയാണ് അവിടെ യോഹന്നാൻ വെളിപ്പെടുത്തുന്നത്. ക്ലിയർ ആയെന്ന എൻ്റെ ചിന്ത. ഈ 3 ഭാഗത്താണ് യേശു തുപ്പിയെന്ന് നമ്മൾ പഠിക്കുന്നത്. ഇനിയും അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, 1 മിനിറ്റ്. സ്തോത്രം. ഇനി നമ്മൾ ഇതുവരെ കേട്ടതുപോലെ പടിപടിയായുള്ള വിടുതലാണ് വ്യാഖ്യാനമെങ്കിൽ, ആദ്യത്തെ വിടുതലിൽ യേശു തെളിയിക്കും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുവാണ് നിങ്ങളുടെ ഉപദേശം ശരിയാണെന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. രണ്ടാമത്തെ വിഷയം, ഇവിടെ മാത്രമേ പ്രോഗ്രസീവായ സൗഖ്യം നടക്കുന്നുള്ളൂ, ബാക്കി എല്ലായിടത്തും ഒറ്റ വാക്കിൽ സൗഖ്യം നടക്കുന്നുണ്ട്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? നമ്മളിപ്പോൾ അതിനെ അനുവദിക്ക് വന്നിരിക്കട്ടെ. ഏതാ? മുഴുവൻ കാഴ്ചയില്ലായിരുന്നു, ആദ്യം തൊട്ടപ്പം പകുതി കിട്ടി, രണ്ടാമത് തൊട്ടപ്പം മുഴുവൻ കിട്ടി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഭാഗികമായിട്ടാണ് കർത്താവിൻ്റെ വിടുതൽ മുഴുവൻ നടന്നതെന്ന്? സഭ എങ്ങനെ ചെയ്തേ? സുന്ദരമെന്ന ദൈവാലയത്തിൻ്റെ ഗോപുരത്തെങ്കിൽ മുടന്തനായി കിടന്നവനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പകുതി എഴുന്നേറ്റെന്നല്ല, അവൻ ചാടി എഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തിയും കൊണ്ട് ആലയത്തിൽ കടന്നെന്ന. ദൈവശക്തി വ്യാപരിക്കുമ്പോൾ ഇൻസ്റ്റന്റ് ഡെലിവറൻസാണ് നടക്കുന്നത്. അല്ല ഇന്ന് പകുതിയും നാളെ പകുതിയുമല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോണം, കർത്താവേ അങ്ങനെയുള്ള ദൈവപ്രവൃത്തികൾ എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരണം. കണ്ണുകളടച്ചാട്ടെ.